നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു തെനാലി രാമൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട അനുഭവ കഥയാണ്. ആ കഥ ഇപ്രകാരമാണ്. തെനാലി രാമൻ്റെ ഇഹലോകവാസം അവസാനിക്കുന്ന സമയം വന്നു ചേർന്നു. രാമൻ ചക്രവർത്തിയോട് ഇടഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തെ പരിഹസിച്ചിട്ടുണ്ട്, കുടുക്കിൽപ്പെടുത്തിയിട്ടുമുണ്ട്. ചക്രവർത്തിക്കാണെങ്കിൽ രാമനോട് പലപ്പോഴും നീരസം തോന്നിയിട്ടുണ്ട്. അയാൾക്ക് ശിക്ഷ നൽകിയിട്ടുമുണ്ട്. എങ്കിലും അവർ തമ്മിൽ ഏറ്റവും അടുപ്പമായിരുന്നു. രാജഭക്തനും രാജ്യസ്നേഹിയുമായിരുന്നു തെനാലി രാമൻ. പ്രജാവത്സലനും കാരുണ്യശീലനുമാണ് ചക്രവർത്തി. ഇതാണ് ആ പ്രത്യേകത. രാമൻ്റെ സാന്നിധ്യം തനിക്ക് വലിയൊരു നേട്ടമാണ്. അതായിരുന്നു ചക്രവർത്തിയുടെ വിശ്വാസം എല്ലായ്പ്പോഴും. ഒരു ദിവസം തെനാലി രാമൻ ഉദ്യാനത്തിൽ ഉലാത്തുകയായിരുന്നു. മരണം ഉദ്യാനത്തിൽ പതിയിരിക്കുന്നു എന്ന് തെനാലി രാമൻ അറിഞ്ഞില്ല. എവിടുന്ന് എന്നറിഞ്ഞില്ല. ഒരു സർപ്പം ഇഴഞ്ഞു വന്ന് അയാളെ കടിച്ചു. വിഷബാധയേറ്റ വിദൂഷകൻ വല്ലവിധവും വീട്ടിലെത്തി തൻ്റെ മരണം താമസിയാതെ സംഭവിക്കും, അക്കാര്യം രാമന് തീർച്ചയായി. അപ്പോൾ അയാൾക്ക് ഏറ്റവും പ്രബലമായ ഒരാഗ്രഹമുണ്ടായി. മരിക്കുന്നതിന് മുമ്പ് ചക്രവർത്തിയെ ഒന്ന് കാണണം. അയാളൊരു സ്നേഹിതനെ കൊട്ടാരത്തിലേക്ക് അയച്ചു. സ്നേഹിതൻ ചക്രവർത്തിയെ ചെന്നു കണ്ടു. തമ്പുരാനെ, രാമനെ പാമ്പ് കടിച്ചു. മരിക്കാൻ ഇനിയും വലിയ താമസമുണ്ടാവുകയില്ല. അയാൾ തമ്പുരാനെ കാണാൻ അതിയായി ആഗ്രഹിക്കുന്നു. തെനാലി രാമൻ്റെ സ്നേഹിതൻ ചക്രവർത്തിയെ വിവരം അറിയിച്ചു. അത് കേട്ട് ചക്രവർത്തി ഉറക്കെ ചിരിച്ചു തുടങ്ങി. ചിരിയടക്കാൻ ശ്രമിച്ചിട്ട് സാധിക്കുന്നില്ല. രാമൻ മരിക്കാൻ ഇനിയും വലിയ താമസമുണ്ടാവുകയില്ല. രാമന് തമ്പുരാനെ കാണാൻ കിടക്കുന്നുപോലും. മുമ്പ് 2 തവണ രാമൻ മരിച്ചതായി അഭിനയിച്ചതാണ്. 2 പ്രാവശ്യവും ചക്രവർത്തി കബളിക്കപ്പെടുകയാണ് ചെയ്തത്. ആ ഓർമ്മ ചക്രവർത്തിക്കുണ്ട്. ഇതാ 3-ാം പ്രാവശ്യം തന്നെ കളിപ്പിക്കാൻ തെനാലി രാമൻ ഒരുങ്ങുകയാണ്. അതായി ചക്രവർത്തിയുടെ വിശ്വാസം. ഹേ മനുഷ്യ, നിങ്ങൾ പോയി രാമനോടൊന്നു പറയണം, ഇപ്രാവശ്യം അയാൾക്ക് എന്നെ പറ്റിക്കാൻ ഒക്കുകയില്ലെന്ന്. ചക്രവർത്തി പറഞ്ഞിട്ട് ചിരി തുടർന്നു. തമ്പുരാനെ, ഇപ്രാവശ്യം രാമനെ സർപ്പം കടിച്ചിരിക്കുകയാണ്. രാമൻ്റെ സ്നേഹിതൻ സത്യം അറിയിച്ചു. എങ്കിലും ചക്രവർത്തിക്ക് വിശ്വാസം വന്നില്ല. ഓരോ ദിക്കിൽ ഓരോന്നും. ഇപ്രാവശ്യം വിഷബാധ. ഈ സൂത്രമൊന്നും എന്നോടെടുക്കേണ്ട. നിങ്ങൾ ആ വിവരം തെനാലി രാമനോട് ചെന്നു പറയും. ഒരു നിമിഷം ഇവിടെ നിൽക്കുകയും വേണ്ട, ചക്രവർത്തി ആവശ്യപ്പെട്ടു.